ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിജിറ്റൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മീഷോയിൽ എങ്ങനെ ഒരു സാധാരണക്കാരന് അഫിലിയേറ്റ് മാർക്കറ്റ് തുടങ്ങാമെന്നാണ്. മീഷോയുടെ ഭാഗമായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് ലഭിച്ചത്. നല്ലൊരു അവസരം തന്നെയാണ്. ഈ ഒരു അവസരം നമുക്ക് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതിൻ്റെ ഫുൾ മെത്തേഡ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് ആരംഭിക്കുക എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ആരംഭിക്കുക എന്ന് നമുക്ക് വീഡിയോയിലൂടെ നേരിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും കുറച്ച് ക്രൈറ്റീരിയകൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട്, അപ്പോൾ ഗൈസ്, എന്നും പറയുന്നത് പോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റുകളും ഓൺലൈനിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും കൂടാതെ ഫ്രീ ആയി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ആപ്പുകൾ, വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റുകൾ, ട്രേഡിങ്, ഓൺലൈനിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ഫ്രീ ആയിട്ട്, അതെല്ലാം ഈ ഒരു ചാനലിലൂടെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ മസ്റ്റായിട്ട് ഓൺ ആക്കിയിടാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും തരാൻ മറക്കരുത്. അപ്പം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മീഷോയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ പിന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് 2-3 സെക്കൻഡ് കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പണായി നമുക്ക് പ്രൊഡക്റ്റുകൾ ഷോ ആവുന്നതാണ്. ഗൈസ്, ഇതിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും സെല്ല് ചെയ്യാൻ കഴിയും. അങ്ങനെയില്ല, എല്ലാ പ്രൊഡക്റ്റൊന്നും നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ചുവപ്പ് കളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അഫിലിയേറ്റ് 10% കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ 14% കമ്മീഷൻ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കാണാൻ കഴിയും 0 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ 0 കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് സെല്ല് ചെയ്താൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് യാതൊരുവിധ ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയില്ല. അഫിലിയേറ്റ് എന്ന് കാണാൻ കഴിയുന്ന ടാഗുള്ളത് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്ത് ക്യാഷ് ലഭിക്കും. 14% കമ്മീഷൻ, 4%. അതുപോലെ തന്നെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിടവിട്ട് അധിക പ്രൊഡക്റ്റുകൾ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ താഴത്ത് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടാബ് ഓപ്പൺ ആവും. ഗൈസ്, നേരെ ബാക്കോട്ട് പോന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഓർഡർ എന്നുള്ള ഭാഗത്തോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ടു ഏൺ മീഷോ അഫിലിയേറ്റ് കമ്മീഷൻ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. ഗൈസ്, ഇവിടെ കാണാൻ കഴിയും ഇമ്പോർട്ടൻറ്റ് ഗൈഡ്ലൈൻസ് ടു ഏൺ മീഷോ അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് കൊടുക്കണം. എന്ത് ടാഗാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മളിവിടെ മീഷോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള .a മീഷോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ .email എന്നൊക്കെ കൊടുക്കണം. ഒറ്റ ഡോട്ട് ഇതിലത്തെ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വീഡിയോൻ്റെ ക്യാപ്ഷനാണ് കൊടുക്കേണ്ടത്, എന്നാലേ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടാമത് ടാഗ് ദി എക്സിറ്റ് പ്രൊഡക്റ്റ് എന്ന് കാണാൻ കഴിയും. അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ടാഗ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക, ടൈറ്റിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയും കളക്ട് ദി കറക്റ്റ് പ്രൈസ്, അതായത് കറക്റ്റ് പ്രൈസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ക്ലിയർ വിത്ത് കോംബോ പ്രൈസിങ് ശതമാനം, എത്ര ശതമാനം ഇല്ല ഇതൊക്കെ കാരണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോ സ്ക്രീൻഷോട്ട് റീൽസ്, അതായത് നമ്മളിതിൽ പ്രൊഡക്റ്റിൻ്റെ റീൽസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്
സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, നോ പേയ്മെൻറ്റ് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡോണ്ട് പേസ്റ്റ് അഫിലിയേറ്റ് ലിങ്ക് ഓൺ മെസ്സേജ് ആപ്പ് വിത്തൗട്ട് പോസ്റ്റിംഗ് റീല്. അതായത് റീല് നമ്മൾ അപ്ലോഡ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ വെറും പോസ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതേ റൂൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിംഗ് അഫിലിയേറ്റ് ലിങ്ക് ഡയറക്റ്റ്ലി ഇൻ മെസ്സേജ് ആപ്പിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഫിലിയേറ്റ് ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ താഴത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടിക്കറ്റ് എടുത്തുകൾ, ചെയ്യണ്ട എന്ന് പറയുന്നതാണ് ഡോൺസ് എന്ന് പറയുന്ന ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് കാണാൻ. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ താഴത്തോട്ട് വന്നാൽ ക്യാരക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, 3ാമത്തെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ഓട്ടോ DM എന്ന് പറയും. നമ്മളിപ്പോൾ റീല് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോ DM, അതായത് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അതിൽ മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോ DM ആയിട്ട് മെസ്സേജ് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് പോകും. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലേക്കാണ് പോകുക. അവിടെ നമുക്ക് ആ റീല് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് മീഷോ പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ ലിങ്ക് അവിടെ കൊടുക്കുക, ആഡ് എന്ന് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിവിടെ എന്തൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം നമുക്ക് കൊടുക്കാം, യൂട്യൂബ് നമുക്ക് കൊടുക്കാം, ഫേസ്ബുക്ക് നമുക്ക് കൊടുക്കാം. ഇത്രയും 3 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആഡ്സ് റീലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ChatGPT വഴി പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ്സ് നിർമ്മിക്കുക. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്മീഷൻ തരുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ ഷോർട്ട് റിവ്യൂ. ഇനി ഒരു വെബ്സൈറ്റുള്ള ആൾക്ക് എങ്ങനെയാണ് മീഷോൻ്റെ പ്രൊഡക്റ്റുകൾ വളരെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് വേണ്ടവർക്ക് അത് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.